പ്രേക്ഷകരായ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ കുഞ്ഞുമോൻ ഗുരുക്കൾ, ജ്യോതി മർമ്മ തിരുമൽ കളരി, കാവാലം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ തിലസക്കാലത്തെക്കുറിച്ചാണ്. തിലസമർമ്മം. അപ്പോൾ ആ തിലസമർമ്മത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് തിലസമർമ്മത്തിലുണ്ടാകുന്ന ആഘാതങ്ങൾ, ആ ആഘാതം പറ്റിയാൽ എന്ത് ചെയ്യണമെന്നുള്ള അടങ്കലിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല. ആ ആഘാതം പറ്റിയാൽ ഉണ്ടാകുന്ന ചേഷ്ടകൾ, ഉണ്ടാകുന്ന ആ ഒരു എന്ത് ചേഷ്ടകളാണ് കാണിക്കുന്നത്, അതിനെപ്പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ചികിത്സയാണ്. എന്തൊക്കെ മരുന്നുകളാണ് അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് പ്രതിപാദിക്കുന്നത്. അപ്പം ഈ അടങ്കലിനെ പറ്റി നമ്മൾ ഇതിനെ പ്രതിപാദിക്കുന്നില്ല. കാര്യം അതൊരു ഗുരുമുഖത്ത് നിന്ന് എണ്ണമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആ അടങ്കൽ കൃത്യമായി ഗുരുമുഖത്ത് നിന്ന് പഠിച്ചില്ലെങ്കിൽ, പഠിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പല അപകടങ്ങളും ഉണ്ടാകും. ജീവഹാനി വരെ സംഭവിക്കും. അതെങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി പഠിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ അതിനെപ്പറ്റി പ്രതിപാദിക്കാത്തത്. പക്ഷെ മരുന്ന് പ്രയോഗങ്ങളെ പറ്റി നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അത് മരുന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ അടങ്കൽ പഠിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ആ അടങ്കൽ പഠിക്കുന്നത് അത് ഗുരുവിനോട് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്തില്ല. അപ്പോൾ നമുക്ക് ആ ചികിത്സകളെ പറ്റിയാണ് നമുക്കിന്ന് നിങ്ങളോട് പ്രതിപാദിക്കാറുണ്ട്. മുന്നേ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ തിലസമർമ്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ചികിത്സകളെ പറ്റി നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടില്ല. തിലസമർമ്മത്തിൻ്റെ സ്ഥാനം ഒന്നുകൂടെ നമ്മൾ പറയാം. നേരപ്പ നെറ്റി നടുപുരവും തന്നെ നേരാക നെല്ലിടയ്ക്കും താഴ്വതാക വാരപ്പ തിലസക്കാലം അതുക്ക് പേരാം. അതുപോലെ തന്നെ മർമ്മ ആഘാത ദോഷവും ഒന്നുകൂടെ പറയാം. പേച്ചിക്കറയൻ ഇതിൽ മർമ്മം കൊണ്ടാൽ കേൾ ഇജൈ വാക വായ് പിളർന്ന് വാനം പാർത്ത് ഇരിക്കുമിട 3.25 നാഴിക ഇതാൽ. അപ്പോൾ അങ്ങനെയാണ് മർമ്മത്തിൻ്റെ ആഘാതദോഷം തമിഴിൽ പറയുന്നത്. ഇനി നമുക്ക് ചികിത്സയിൽ എന്തൊക്കെ മരുന്നാണ് ഉപയോഗിക്കുന്നത്, അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ചികിത്സ: സാമ്പ്രാണിക്കട്ട, കശകശ, ചെറുപുന്നേരി, തിപ്പല്ലി, ചുക്ക്, ചിറ്റരുത്ത എന്നിവ 10 ഗ്രാം വീതമെടുത്ത് 2 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് 4 ദിവസം 8 നേരമായി സേവിക്കണം. വേദന ശമിക്കുന്നതാണ്. ശിവരാതി എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ശിരോമർമാണി എണ്ണ തേച്ച് കുളിക്കണം. പിന്നെ പഴങ്കഞ്ഞി വെള്ളത്തിൽ ചുക്ക് ചൂർണം ചേർത്ത് ക്ഷതാഘാതം തീരുന്നതുവരെ ദാഹജലത്തിന് പകരമായി ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ ചുക്കുവെള്ളം ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ആ ക്ഷതാഘാതത്തിൻ്റെ ആഘാതം, അതിൻ്റെ ദോഷങ്ങൾ വളരെ കുറഞ്ഞു കിട്ടും. അത് പെട്ടെന്ന് മാറുകയും ചെയ്യും. അതുകൊണ്ട് അതുപോലെ ചെയ്യുക.